ഹായ്. ജാസ്മിൻ്റെ പൂർവ്വകാമുകനെന്ന് പറഞ്ഞാൽ ആരെന്ന് എടുത്തു പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റും. കാരണം ഒത്തിരി പേരുണ്ടല്ലോ. അതിലൊരാൾ മുന്നേ പറഞ്ഞ ഒരു വോയിസ് നമുക്കതൊന്ന് കേട്ടാലോ. എന്നിട്ട് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. എന്നോട് ചോദിക്കും പറയൊക്കെ ചെയ്ത എത്ര വട്ടം കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ക്രീൻഷോട്ടും ഉണ്ട്, കരഞ്ഞ് പറഞ്ഞതും ഒക്കെ എല്ലാം ഇന്ത്യയിലുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞ് അവൾക്ക് മറക്കാനാകുന്നില്ല, എനിക്ക് ഇന്നെ തന്നെ വേണോ, എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ എന്നൊക്കെ. പക്ഷെ ഇപ്പുറത്ത് വേറൊരു ലവർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് പിന്നെ എന്നോട് വന്ന് ഇങ്ങനൊക്കെ സംസാരിക്കും. ഞാൻ എന്നിട്ടും അവളോട് പറയുന്നത് എനിക്ക് വേണ്ട, ഞാനത് അന്നായിട്ട് മൊത്തം ക്ലോസ് ചെയ്ത കാര്യമാണ്. ഇനി ഞാനിതിലേക്ക് വരൂല, ഒരു ഹോപ്പും ഇല്ല. ഇനി എന്റെ പലതും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ എന്തായാലും എന്നെ കിട്ടുന്നില്ല, ഈ വേറെ എന്തോ കെട്ടിക്കോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അഫ്സലിന്റെ കാര്യം പറഞ്ഞ അന്ന് മുതൽ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, അഫ്സലിന് ഈ ഒരു വാക്ക് കൊടുത്തില്ല, പിന്നെ വെറുതെ രണ്ട് ഇതിൽ നിൽക്കാതെ. അപ്പൊ ഞാനേതായാലും ബ്രേക്കപ്പായി ഞാൻ പോയതാണ്. പിന്നെ എന്റെ വേക്കിൽ നടക്കാൻ നിൽക്കണ്ട, ഞാൻ എന്നെ കെട്ടാനും നിൽക്കുന്നില്ല. പിന്നെ ഈ അഫ്സലിന് ഈ ഒരു ഹോപ്പ് കൊടുത്തിട്ട് പിന്നെ അവനെ ചതിക്കാൻ പാടില്ല. എനിക്ക് കറക്റ്റ് അറിയുന്നൊരു ഇതാണ് ഈ എൻഗേജ്മെന്റ്. അതായത് ലവറായിട്ട് എൻഗേജ്മെന്റ് ഒക്കെ നടന്നിട്ട് മുടങ്ങി പോകുമ്പോഴുള്ള ആ ഒരു വിഷമം എനിക്ക് നല്ലോണം അറിയുന്നതാണ്. അപ്പൊ അത് അവനെ അത്രയും നിന്റെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് നീ എങ്ങനെ ഒരു ഇത് ചെയ്യരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് എത്രയോ. ഇതിൻ്റെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കി ഞാൻ എടുക്കാൻ തയ്യാറല്ല. ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ വിഷയത്തെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആക്ച്വലി ഇതൊരു വലിയ ദുരന്തമാണ്. ഈ പെൺകുട്ടിയുടെ മനസ്സിൽ എന്താണ് പ്ലാൻ എന്നറിയത്തില്ല. അത് ചാഞ്ചാടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് എനിക്ക് ഈ അഫ്സലുമായിട്ടുള്ള ചാറ്റ് ഹിസ്റ്ററി തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ പയ്യനാണ് പുറകെ പോകുന്നതെന്ന് തീർച്ചയായിട്ടും ആ ചാറ്റ് നോക്കുമ്പോൾ മനസ്സിലാകും. അതൊരു പക്ഷേ ജാസ്മിൻ പറയുന്നത് കറക്റ്റ് ആയിരിക്കും. ജാസ്മിൻ ആ ബന്ധത്തിനോട് ഒരു കൂറും ഒരു താല്പര്യവും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇയാളൊരു ടോക്സിക് ആയതുകൊണ്ടല്ല, ആദ്യത്തെ പ്രണയം മറക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ആദ്യത്തെ പ്രണയം സിയാദാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അത് എനിക്ക് മനസ്സിലായ കാര്യമാണ് പറയണത്. ഈ സിയാദാണ് സോഷ്യൽ മീഡിയയിലേക്ക് അവളെ കൊണ്ടുവന്നത്. അവൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു, പിന്നീട് ടാങ്കോ പോലുള്ള ആപ്പുകളിലേക്കൊക്കെ അവൾ കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്തത് സിയാദാണെന്നാണ് പറയപ്പെടുന്നത്. അന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. എന്നോട് പറഞ്ഞതും അങ്ങനെയാണ്. ഞാൻ ആരാണെന്നൊന്നും ചോദിച്ചു വരണ്ട, ഐ ഗോട്ട് ദാറ്റ് ഇൻഫോർമേഷൻ. പിന്നീട് സിയാദുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അത് മാരേജ് ആയിരിക്കും അവളുടെ ഉദ്ദേശം. പക്ഷേ അയാൾ യൂസ് ചെയ്യുകയാണെന്നുള്ള തിരിച്ചറിവിലായിരിക്കാം ജാസ്മിൻ അതിൽ നിന്ന് വിട്ടിട്ട് ഈ മുന്നാക്കയിലേക്ക് പോയത്. കാരണം മുന്നേക്ക കുറച്ചുകൂടെ കെയർ ടേക്കിംഗ് ആണല്ലോ. ഈ നോറയോടുള്ള ദേഷ്യവും ആ ഒരു പകപ്പും ഒക്കെ മനസ്സിലാകുമ്പോൾ നോറയെ തെറ്റുകാരിയാക്കി ചിത്രീകരിച്ച് നോറയിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചതാണ് മുന്നാക്കയെ. അപ്പോൾ ഈ മുന്നയും നോറയും ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും മുന്ന കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല. നോറ പറയുന്ന കാര്യങ്ങൾ നോറ പുറത്ത് വന്ന് ഇതൊക്കെ കണ്ടതിന് ശേഷം വായി തുറക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വിസിബിൾ ആകും എന്താണ് അതിനകത്ത് നടന്നതെന്നുള്ളത്. നോറയും പ്രണയിച്ച് വിവാഹം കഴിച്ചാണ്. ഇവർക്കൊക്കെ പ്രണയം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ള ആളുകളെ ചൂസ് ചെയ്യുന്ന ഒരു സാധനമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ആൺകുട്ടികൾക്ക് അങ്ങനെ ആവത്തില്ല. പ്രത്യേകിച്ച് അഫ്സലിന് അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കത്തില്ല. ഒരു കാര്യമുണ്ട്, അഫ്സലിന് മുൻപൊരു ബന്ധമുണ്ടായിരുന്നുവെന്ന് ഹേദി സാദി പറയുന്നു. അപ്പം അയാളുടെ ലൈഫ് ഹിസ്റ്ററിയും അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ഒന്നും അല്ല. മുൻപൊരെണ്ണം ഉണ്ടായിരുന്നു, അത് തെറ്റി നിൽക്കുമ്പോൾ ഇവളുമായിട്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഒന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഓവറായിട്ടുള്ള എക്സാഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഫീലിങ്സ് ഒക്കെ കാണിച്ച് അവളെ ഇകഴ്ത്തുന്നത് നാണം കെടുത്തുന്നത് വാശിപ്പുറത്താണ്. ശരിക്കുള്ള പ്രണയം എന്താണെന്നറിയാമോ? അങ്ങനെ ഒന്നും ഇൻസൾട്ട് ചെയ്യാൻ പോകാതെ അവരവരുടെ പാട് നോക്കി പോകുക എന്നുള്ള തീവ്ര പ്രണയം, ശരിയായ പ്രണയം. അവളുടെ സംസാരത്തിൽ നിന്ന് ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാക്കും അവൾക്ക് തീരെ താല്പര്യമില്ലെന്ന്. എനിക്ക് മനസ്സിലായത് ആ ചാറ്റ് ഹിസ്റ്ററി അവൻ പുറത്തു വിട്ടത് നന്നായി. അതിനകത്ത് എനിക്ക് മനസ്സിലായത് ഇവൻ കെഞ്ചുന്നതും എന്നെ വിട്ട് പോകരുതേ എന്നെ വിട്ട് പോകരുതേ എന്ന് കെഞ്ചുന്നതും കണ്ട്. എല്ലാ ഇടങ്ങളിലും പെണ്ണുങ്ങൾ അത് പറയുക, ആണുങ്ങൾ അങ്ങനെ പറയുക വളരെ റെയറാണ്. ആണുങ്ങൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റേത് തന്നെയാണ്. ആ പെൺകുട്ടി പാതി മനസ്സോടെയാണ് അവൻ്റെ ഒപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇനി അവൾ പറഞ്ഞോ ഇല്ലയോ, അവളുടെ മോശ സ്വഭാവമാണോ അല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. വാസ്തവത്തിൽ ഇതിൻ്റെ ഇടയിൽ നടന്നത് എന്താണെന്ന് മറ്റേയാളും കൂടെ വന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരാളെ വിവാഹ നിശ്ചയത്തിലാക്കിയ ശേഷം മറ്റൊരാളുമായിട്ട് പ്രണയത്തിലേക്ക് പോകുന്ന തീർത്തും തെറ്റും പരാജയവും തന്നെയാണ്. പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന് പുള്ളിക്കാരത്തി പറഞ്ഞാലേ നമുക്കറിയാൻ പറ്റൂ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചിരുന്നത് അഫ്സലിൻ്റെ വീട്ടുകാർക്ക് ഇത് അറിയത്തില്ല, അഫ്സൽ വീട്ടുകാരറിയാതെ ഒരു എൻഗേജ്മെൻറ്റ് നടത്തിയതായിരിക്കാം.
വീട്ടുകാരെ കൺവിൻസ് ചെയ്ത ശേഷം ഇത് പുറത്ത് പറയാം എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലാതെ വീട്ടുകാരറിഞ്ഞ് വീട്ടുകാർ വന്നത് നടത്തിയപ്പോൾ അതല്ല വിഷയം. ഇപ്പം സംതിങ് സംവെയർ എന്തോ ഒരു പ്രശ്നം ഈ കുട്ടിക്കുണ്ട്. ഒന്നുകിൽ ഇവക്ക് മുന്നേ തന്നെ മതി എന്ന് തോന്നിക്കാണും. ഈ പുള്ളിയുടെ ഒരു ഈ രീതി ഇവനാണല്ലോ മുൻകൈ എടുത്ത് ബിഗ് ബോസിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഇനിയും അവളെ കൊണ്ട് ഏൺ ചെയ്യിപ്പിക്കാനും ഇനിയും അവളെ കൊണ്ട് കൂടുതൽ പ്രോഗ്രാം ചെയ്യിക്കാനും ഒക്കെയാണ് തുനിയുന്നതെന്നല്ല ഉള്ള രീതിയിലാണല്ലോ പറയുന്നത്. സിയാദിനോട് ഇവൾ സംസാരിച്ച രീതിയും ഇതും കൂടെ വെച്ച് നോക്കുമ്പം ഞാൻ സപ്പോർട്ട് പറയാനായിട്ട് തെറ്റിദ്ധരിക്കേണ്ട, എനിക്ക് മനസ്സിലായ കാര്യമാണ് പറയുന്നത്. അതായത് ജാസ്മിൻ ഈ സിയാദിനോട് പറഞ്ഞ കാര്യം അതാണ്, നിങ്ങൾക്ക് എന്നെ വേണ്ടിയിരുന്നത് റീച്ചിന് വേണ്ടിയിട്ടായിരുന്നു. അവൾക്ക് നല്ല റീച്ചുള്ള സമയത്താണ് അറ്റം വന്ന് അടുത്തതും അവൻ്റെ റീച്ചിന് വേണ്ടിയിട്ടാണ് അവൾ അവനെ ഉപയോഗിച്ചതെന്നുള്ളത് അവൾക്ക് തോന്നിയിട്ടുണ്ടാവും. അതായിരിക്കണം അവൾ അവനുമായി തെറ്റാനുള്ള കാര്യം. മുന്നേ മാത്രമായിരിക്കും അവൾക്ക് സിൻസിയറായിട്ട് ലവ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവുക. പക്ഷേ മുന്നയുടെ പ്രശ്നം ഈ ടാങ്കോ പ്രശ്നമാണ്. ടാങ്കോയിലുള്ള പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൾക്ക് വിട്ടുകൊടുക്കാൻ ഒക്കത്തില്ല, കാരണം വീട്ടിലുള്ള ഒരു അവസ്ഥ. അപ്പോൾ ഇപ്പോൾ ഈ ഇത് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്ത് കോംപ്രമൈസ് ചെയ്തിട്ടാണെങ്കിൽ പോലും നല്ലൊരു എമൗണ്ട് കൊണ്ടാണ് ഈ കുട്ടി വീട്ടിലേക്ക് വരുന്നതെങ്കിൽ വീട്ടിലെ പ്രോബ്ലം സോൾവ് ആകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് വീട്ടുകാർ അവളെ ഇനി ഉപയോഗിക്കാൻ നിൽക്കത്തില്ല. ആകെ മൊത്തത്തിൽ ഒരു പരാജിതയാണ് ഞാൻ കാണുന്നത്. എല്ലാവരാലും ഉപയോഗിക്കപ്പെടുന്ന ഒരു പെൺകുട്ടി, അവളുടെ തീരുമാനങ്ങൾ എവിടെയൊക്കെ താളപ്പിഴകൾ വന്നിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കാണുമ്പോൾ എന്താണ്, തീവ്രമായ ആളുകളെ പറ്റിക്കുന്ന ചതിക്കുന്ന ഒരു വഞ്ചകി അല്ലേ, തേപ്പുകാരി, അങ്ങനെയാ തോന്നുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വശം ഇതിനുണ്ടെന്ന് എൻ്റെ ഒരു തോന്നലാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ മുന്നാക്ക അവളെ നിഷേധിക്കുന്നതിൻ്റെ കാരണം ടാങ്കോ ആണെങ്കിൽ മുന്നാക്ക അവളെ സെലക്ട് ചെയ്ത ടാങ്കോ എന്നല്ലേ, ടാങ്കോയിൽ കണ്ടാണല്ലോ അവളുമായിട്ട് പരിചയം. അയാളുടെ ആ ഹിസ്റ്ററിയും അത്ര ക്ലിയർ ഒന്നും അല്ലല്ലോ. ഇവന്മാരൊക്കെ അവളില്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ കിടന്ന് അലയ്ക്കുന്നത് കൊണ്ട് ഇവന്മാർക്കൊക്കെ കൂടെ നിൽക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവൾ വിളിച്ച ഉടനെ അങ്ങനെ ഒരു പ്രശ്നവുമില്ല, നിന്നെ ഞാനല്ല നോക്കുന്നത്, ഞാൻ നീയായിട്ടൊരു ബന്ധമില്ല എന്നൊക്കെ വന്ന് പറയാൻ വേണ്ടി, അതായത് ഫോൺ വിളിച്ചപ്പോൾ ഒക്കെ സപ്പോർട്ടീവായി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നമില്ലേ, എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, നമ്മളറിയാത്ത ഒരുപാട് കാര്യമുണ്ട്. ആകെ മൊത്തം ചെളിവാരി എറിയുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എന്തോ ഒരു വശപ്പശക എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മുന്നേ ആയാലും അഫ്സലിനെ ആയാലും ഇവരൊക്കെ ഒരു സൈഡ് മാത്രമേ പറയുന്നുള്ളൂ, മറ്റൊരു വശവും കൂടെ ഉണ്ട്. നമുക്ക് കാത്തിരിക്കാം, അവൾ വരട്ടെ, അവൾ പറയട്ടെ, കേൾക്കാം, പറയുകയാണെങ്കിൽ കേൾക്കാം. ഇത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഒന്നുകൂടെ പറയാം. അതായത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സിയാദ് അവളോട് പ്രണയിക്കുന്നു. സിയാദിൻ്റെ പ്രണയം തീവ്രമാണ്, രൂക്ഷമാണ്. സിയാദിൻ്റെ കയ്യിൽ നിന്ന് മുന്നാക്ക പിടിച്ചു പറിച്ചതാണെന്നും പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ പോകാൻ സമയം അവൾ കൊടുത്ത ഒരു എക്സ്പ്ലനേഷൻ എന്തായിരുന്നു, നിങ്ങൾ എന്നെ ഉപയോഗിക്കുകയായിരുന്നു, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി എന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്ന കുറ്റമാണ് സിയാദിനോട് അവൾ പറഞ്ഞിട്ടുള്ളത്. ഇനി സിയാദിനോട് അവൾ അത് പറഞ്ഞിട്ട് മുന്നാക്കയുടെ അടുത്ത് വരുമ്പോൾ മുന്നയുമായി അവൾ തെറ്റുന്നതിൻ്റെ റീസൺ ടോക്സിക്കാണ് മുന്നേ എന്ന് പറയുന്നുണ്ട്. റിലേഷൻഷിപ്പിലുള്ള എക്സ്പ്ലനേഷനാണ്. ഒരു ടോക്സിക് ആയ ഒരു പേഴ്സൻ്റോട് ഒരുപാട് നേരമൊന്നും പെൺകുട്ടിക്ക് നിൽക്കാൻ ഒക്കത്തില്ല, ഓവർ കെയറിങ്ങും പ്രശ്നമൊക്കെ. അതൊരു നരേഷൻ ആണെന്ന് മുന്നേ ഇപ്പോൾ പറയുന്നുണ്ട്. നരേഷൻ ആണ് എന്നുണ്ടെങ്കിൽ മുന്നയോട് എൻ്റെ ചോദ്യം, അവൾ ഇത്രയധികം സോഫ്റ്റനായി നിങ്ങളോട് വീണ്ടും വീണ്ടും സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്, നിങ്ങളെ പിന്നെ അവർ കണ്ടിന്യൂ ചെയ്യത്തില്ല. അപ്പോൾ എന്തിന് നിങ്ങളെ അവൾ കണ്ടിന്യൂ ചെയ്തു? സംവേർ നിങ്ങളാണ് എന്തോ കള്ളനാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ അഫ്സലും മുന്നേ വിശ്വസിച്ചിട്ടാണ് നിൽക്കുന്നത്. അവളുടെ കയ്യിൽ അതിന് തകുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മുന്നേ വെറും കള്ളനാണെന്ന് സിയാദും പറയുന്നുണ്ട്. അപ്പോൾ മുന്ന നോറയുമായിട്ടും അഫെയർ വെച്ചിരുന്ന ആളാണ്. ഇവർക്കിടയിൽ ക്രൂരമായ വ്യക്തമായ ഒരു സത്യം ഉണ്ടെന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ അഫ്സലിനൊരു ഹോപ്പ് കൊടുത്തതും അഫ്സലിനെ തേച്ചതും തീർത്തും അപലപനീയമാണ്, തീർത്തും തെറ്റായ ഒരു നടപടിയാണ്. അത് നമുക്ക് പറയാമെന്നതിനപ്പുറം മുന്നേ തോണ്ടാൻ വരട്ടെ, മുന്നേ പറയുന്നത് വിശ്വസിക്കാനും വരട്ടെ. അതിനകത്തേക്ക് അത്ര ആഴത്തിൽ പോകേണ്ട കാര്യമില്ല. ഒന്നുകിൽ ഇവൻ പേടിപ്പിച്ച് നിർത്തിയേക്കുന്നു, അല്ലെങ്കിൽ അവൾ പേടിപ്പിച്ചവനെ നിർത്തിയേക്കുന്നു. രണ്ടു പേർക്കും എന്തോ രഹസ്യങ്ങൾ പരസ്പരം ഉണ്ട് എന്നുള്ളത് വ്യക്തം. സിയാദ് പറയുന്ന മുന്നയുമായി കമ്പാരിസൺ നടത്തുമ്പോൾ ടോക്സിക്ക് തന്നെയാണ് അയാൾ. അയാളുമായിട്ടൊരു സ്നേഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അയാളിൽ നിന്ന് പണം വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവളുടെ പണമിടപാടുകളിലും മുന്നേ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിന്നൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് അഫ്സൽ ചാടി വീണതും അഫ്സൽ വളരെ നോർമലാണ് അവളെ സ്നേഹിച്ചതും. പക്ഷേ അഫ്സൽ നല്ലൊരു വ്യക്തിയായിരുന്നെങ്കിൽ അവളുടെ എന്ത് സ്വപ്നമാണെന്ന് പറഞ്ഞാലും ഇത്രയധികം പ്രോബ്ലംസിൽ നിൽക്കുന്ന ഒരുത്തിയെ ഉന്തിത്തള്ളി അതിനകത്തേക്ക് കൊണ്ടുവിടേണ്ടത്. അത്രയും പോപ്പുലാരിറ്റി വൈഫിന് വേണമെന്ന് ചിന്തിക്കുമ്പോൾ വൈഫിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെ അന്വേഷിക്കണമായിരുന്നു. വൈഫിയെ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല, ബാക്ക്ഗ്രൗണ്ടും കൂടെ നോക്കണമായിരുന്നു. അതൊന്നും നോക്കാതെ തൻ്റെ കാര്യലാഭത്തിന്, അതിപ്പോൾ ആളുകൾ പറയുന്ന കണക്കിന് PR പറയുന്നത് തന്നെയാണ് സത്യം, ക്യാഷിന് വേണ്ടിയിട്ട് തന്നെയാണ് ആ കുട്ടീനെ ഈ ബിഗ് ബോസിലേക്ക് അയാൾ തള്ളിവിട്ടത്. അപ്പോൾ അതിനകത്ത് വരുന്ന എക്സ്പെൻസൊക്കെ അവൻ മീറ്റ് ചെയ്തോളാം എന്ന്. വൺസ് എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്ത് അവൾ കപ്പ് ഓടിച്ചുകൊണ്ട് വന്നാൽ വലിയൊരു എമൗണ്ടും കൂടെയാണല്ലോ, ഭാര്യയായിട്ട് വരികയാണെങ്കിൽ ഈ എമൗണ്ടും കൂടെ അയാൾക്ക് എടുക്കാമല്ലോ.
അത് തന്നെയായിരിക്കും അഫ്സലിൻ്റെ ഒരു ഉൾനോക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഓൾ ഇൻ ടോട്ടൽ എല്ലായിടത്തും കുറേ ഫിഷി തിങ്സ് ഉണ്ട്. എന്താണെന്ന് റിവീൽ ആകുമ്പോഴല്ലേ അറിയാൻ പറ്റും. പിന്നെ ചാടിക്കളിക്കുന്ന ഒരു സ്വഭാവം ജാസ്മിൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ജാസ്മിനെ മാത്രമാണ്. ജാസ്മിന് ചുറ്റുമുള്ള ഇവരൊക്കെ തന്നെ ഒൺ ഓർ അനദർ മീൻസ് അവളെ ഉപയോഗിക്കുകയായിരുന്നു, തീവ്രമായി അവളെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, അതായത് അതിൻ്റെ ഒരു മറുപടി എന്ന നിലയിലായിരിക്കും അവളുടെ ഈ ആറ്റിറ്റ്യൂഡൊക്കെ തന്നെ. അപ്പൻ വിളിച്ച് വിലക്കിയിട്ടും ഗബ്രിയുമായി ഒരു റിലേഷൻഷിപ്പ് അവൾ കീപ്പ് ചെയ്തത് ഒരു പക്ഷേ ഇതായിരിക്കും എൻ്റെ കംഫർട്ട് സോൺ, നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കാം. പുറത്ത് അഫ്സലിന് വാക്ക് കൊടുത്തത് കൊണ്ടായിരിക്കും അവൾ പറഞ്ഞാൽ എനിക്ക് പ്രണയമാണ്, പക്ഷേ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണെന്ന്. എന്താണ് ഇവർക്കിടയിൽ നടന്ന കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ. ഇയാൾ പുറത്ത് വിട്ട് വാട്സപ്പിനകത്തുള്ളത് മാത്രമല്ലേ നമ്മൾ കണ്ടുള്ളൂ. ഇടയ്ക്കുള്ള ഇവരുടെ സംസാരങ്ങളോ വിഷയങ്ങളോ ഒന്നും നമുക്കറിയത്തില്ലല്ലോ. അതൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ വരട്ടെ, കാലം തെളിയിക്കട്ടെ എന്നുള്ളൂ. എന്തായാലും ഒരു പെൺകുട്ടിയാണ് എന്നുള്ളൊരു കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുന്നു. തീവ്രമായി അവളെ ആക്രമിക്കാൻ ഞാൻ എന്തായാലും തയ്യാറല്ല. ഞാൻ വെച്ചു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് ആ കുട്ടിയെ പറയാനുമില്ല. പക്ഷെ എവിടെയോ ഇവന്മാരൊക്കെ കൂടി അതിനെ ആക്രമിക്കുന്ന കാണുമ്പോൾ എന്തോ സംതിങ് അവളുടെ കയ്യിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അവളുടെ ഭാഗത്ത് എന്തോ ശരികളുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ കാണിച്ച എന്ത് മേടുകളായിരുന്നാലും എന്ത് തോന്നിവാസങ്ങളായിരുന്നാലും തന്നെ ദർ ഇസ് എ ലിമിറ്റ്. ആ ലിമിറ്റ് താണ്ടി ഇതൊക്കെ ചെയ്യാൻ അവളെ പ്രേരിപ്പിച്ചത് അവളുടെ കുടുംബം തന്നെയാണ്. ഉത്തരവാദികൾ അപ്പനും അമ്മയും തന്നെയാണ്. മകൾ ഇത്രയധികം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് മിണ്ടാതെ നിന്ന അപ്പനും അമ്മയുമാണ് യഥാർത്ഥത്തിലുള്ള കുറ്റവാളികൾ. അവർക്കും ഇവളെ തള്ളിപ്പറയാനോ പുറത്താക്കാനോ പറ്റത്തില്ല. പുറത്താക്കി കഴിഞ്ഞാലും അവൾ ജീവിക്കും. കാരണം ഇവർക്കാണ് ജോലിയും വരുമാനവും ഇല്ലാത്തത്. അവൾക്കതുണ്ട്. അവൾക്ക് വരുമാനമുണ്ട്, അവൾ സുരക്ഷിതയുമാണ്, അവൾ സ്വസ്ഥമായി ജീവിക്കുകയും ചെയ്യും. പഠിത്തമില്ല എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി എല്ലാം കൊണ്ടും അവൾ ബ്ലെസ്ഡ് ആണ്. എല്ലാം കൊണ്ടും ബ്ലെസ്ഡ് ആണ്. ആകെ അവൾക്കൊരു വിഷമഘട്ടം ഒന്നെന്ന് പറഞ്ഞാൽ അവൾ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന അവളുടെ കുടുംബം അവളെ ഉപയോഗിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെതായ ഒരു വഴിയും കൂടെ നമ്മൾ ചിന്തിക്കുന്നു എന്നതിനപ്പുറം ഇതിന് മറ്റൊരു തലമില്ല കേട്ടോ. എനിക്കിങ്ങനെയാണ് മനസ്സിലായത്. ഉന്നാക്കായെ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പേഴ്സണലി. അഫ്സലിൻ്റെ കാര്യം കുറച്ചുകൂടെ നമുക്ക് ജെന്യൂനായിട്ട് ഫീൽ ചെയ്യും. ഉന്നാക്ക എന്ന് പറയുന്ന വ്യക്തി അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അറ്റ്ലീസ്റ്റ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് പിന്നെ ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്ന തകരാറല്ലേ. അവൾ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തു, വീണ്ടും അവൾ അവഹേളിക്കുമ്പോൾ മുന്നാക്കയ്ക്ക് എന്ത് കിട്ടും? അത് തെറ്റായ ഒരു നടപടിയല്ലേ. ഓൾറെഡി നശിച്ച് നിൽക്കുന്ന ഒരു കുട്ടീനെ വീണ്ടും അവഹേളിക്കുന്നത് എന്തർത്ഥത്തിലാണ്, എന്തടിസ്ഥാനത്തിലാണ്? വായ തുറക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിക്കുന്നതിന് ജീവിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൂടെ? അപ്പോൾ അവൾ എടുത്ത തീരുമാനങ്ങളെല്ലാം ശരിയാണെന്നല്ലേ ഇതിൻ്റെയൊക്കെ അർത്ഥം. ഈ പറഞ്ഞ ഒരുത്തന്മാരും അവൾ അർഹിക്കുന്നില്ല എന്നുള്ളതല്ലേ. ആ സിയാദായിരുന്നാലും അവൾക്ക് ഇതിനു മുമ്പ് 4-5 പ്രണയമുണ്ടെന്നും അവൾ പിഴയാണെന്നും വെടക്കാണെന്നും പറയണം. ഒരു കാര്യം പറയാൻ മറന്നു പോകുന്നത്, കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ ഈ 3 ആണുങ്ങളോടും ഇപ്പോഴുള്ള ഈ 3 ആണുങ്ങളോടും എൻ്റെ ഒരു ചോദ്യമാണ്. ഇത്രയും വെടക്ക് സ്ത്രീയാണോ നിങ്ങൾ പ്രണയിച്ചിരുന്നത്, വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നത്? നിങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് പറയരുത്. പ്രത്യേകിച്ച് മുന്നാക്കൈ സിയതും ഇത് പറയരുത്. ഇവർ രണ്ടുപേരും ഇപ്പോഴല്ലല്ലോ ഈ വിവരങ്ങൾ അറിഞ്ഞത്. ഇവർക്ക് നേരത്തെ അറിയാലോ അവൾ ഈ ടാങ്കോ എന്ന സാധനത്തിലുണ്ടെന്ന്. ഒരുപക്ഷെ അത് അറിഞ്ഞുകൂടാത്തത് അല്ലെങ്കിൽ അറിയിച്ചിട്ടും അത് അറിയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞത് അഫ്സലായിരിക്കാം. അഫ്സലിനൊരു ന്യായമുണ്ടെങ്കിൽ പോലും ഈ 2 എണ്ണത്തിനും ഒരു ന്യായവുമില്ല. അതുകൊണ്ട് ഉറച്ചു പറയാം, യുവമാർ 2 പേരും നല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളാണ്. പെൺകുട്ടികൾക്കിടയിൽ കിടന്ന് വിരകി കീറി ടാങ്കോ ആപ്പിൽ പോയി പൈസ എറിഞ്ഞ് പെൺകുട്ടികളെ വിലക്കെടുത്ത മുന്നാക്ക പറയുന്നതിനോട് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. കുറച്ച് പോഷൻ മാത്രം ഞാൻ കേട്ടു എന്നതേ ഉള്ളൂ. എനിക്കതിനകത്ത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഒന്നും തോന്നിയിട്ടില്ല. സ്വാഭാവികമായ ഒരു റിയാക്ഷനാണ് ആ പെൺകൊച്ച് കാണിച്ചത്. ഒരു പക്ഷേ പ്രണയം തീവ്രമായത് നിന്നോടായിരിക്കാം, എങ്കിലത് ബെനിഫിറ്റ് അല്ലേ. ആ ഒരു വിഷയം മനസ്സിലാക്കിയെങ്കിലും നീ ഒന്നും ഒഴിഞ്ഞു കൊടുക്കാൻ മിണ്ടാതിരിക്കുന്നില്ല. ഇപ്പോഴും ബിഗ് ബോസിൽ പോലും അവൾ നിന്നെ നല്ലതല്ലേ പറഞ്ഞിട്ടുള്ളൂ. ദെയർ ഷീസ്. അവൾക്ക് അങ്ങനെ ഒരു ഇത് കൊടുക്കാൻ ഇവന് തോന്നിയിട്ടില്ല. വെച്ചാൽ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ദെൻ നമ്മുടെ പേഴ്സണൽ ഗ്രഡ്ജ് ഒരു സ്ഥാനത്തിരിക്കട്ടെ, നമ്മളുടെ പേഴ്സണൽ പ്രോബ്ലം ഒരു സ്ഥാനത്തിരിക്കട്ടെ. എൻഡ് ഓഫ് ദ ഡേ ഇതൊന്നും അല്ലല്ലോ കഥ. തീർച്ചയായിട്ടും അവൾ ചെയ്ത പ്രവർത്തികളെ എല്ലാം സാധൂകരിക്കാനോ ന്യായപ്പെടുത്താനോ അല്ല ഈ വീഡിയോ. മുന്നാക്കയെ ന്യായീകരിക്കാനോ മുന്നാക്കയെ അനുകൂലിക്കാനോ മുന്നാക്ക ചെയ്തത് ഈ കാര്യം ശരിയാണെന്നോ പറയാൻ ഞാൻ തയ്യാറല്ല എന്നാണ് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അതിന് കുറച്ചുകൂടെ എവിഡൻസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മാറാം. പക്ഷേ ഇപ്പോഴെൻ്റെ പ്രസൻറ്റ് അഭിപ്രായത്തിൽ ഈ 3 ആണുങ്ങളും അവളെ ശരിക്കും പ്രണയിച്ചിരുന്നില്ല. കിട്ടണം എന്നൊരു ആവശ്യമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. 3 പേരും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് എന്തൊക്കെയോ ബെനിഫിറ്റ് ഓവറായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പണമായിരിക്കാം, പ്രശസ്തിയായിരിക്കാം, കൂടുതൽ റീച്ചായിരിക്കാം, തൊലി വെളുത്തൊരു പെൺകുട്ടിയായിരിക്കാം. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളാണ് അവർ ആഗ്രഹിച്ചത്. ഒരിക്കലും അവളുടെ നന്മയെ ഇവർ 3 പേരും ആഗ്രഹിച്ചില്ല എന്ന് സ്പഷ്ടമാണ്. പഠിത്തമുള്ള നല്ല ഫാമിലിയിലുള്ള അഫ്സൽ അവളെ ബിഗ് ബോസിലല്ല പറഞ്ഞു വിടേണ്ടിയിരുന്നത്. ഡിഗ്രി എടുക്കാൻ നിർബന്ധിക്കണമായിരുന്നു, പഠിപ്പിക്കണമായിരുന്നു, വിവാഹം കഴിച്ച് കൂടെ നിർത്തണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ പണലാഭത്തിന് വേണ്ടി പണക്കൊതിയുടെ പേരിൽ അവളെ ബിഗ് ബോസിൽ പറഞ്ഞു വിട്ടിട്ട് പിന്നെ അവൾ അത് കാണിച്ചു ഇത് കാണിച്ചു എന്ന് പറയരുത്. പണ്ടൊരു സിനിമയ്ക്കകത്ത് കണ്ട ഒരു കഥയാണ്. എനിക്ക് പക്ഷേ അത് ജെന്യൂനായിട്ട് തോന്നിയിട്ട് ചോദിക്കുന്നുണ്ട്.
സ്ത്രീധനം ചോദിച്ചു വരുന്ന ആണുങ്ങളോട് അവൾ പറയുന്ന ഒരു കാര്യമാണ്, എന്നെ കുറച്ച് ദിവസം ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടാൽ മതി, സ്ത്രീധനത്തിനുള്ള പണം ഞാൻ കൊണ്ടുവന്ന് തരാം. അത് പറ്റത്തില്ല, അത് പറ്റണം. നിങ്ങൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ പെണ്ണ് എന്ത് ചെയ്താൽ നിങ്ങൾ എന്തിനാ അറിയുന്നത്? പണമല്ലേ വേണ്ടത്? അവളുടെ വെർജിനിറ്റിയോ അവളുടെ ഇതോ ഒന്നും നിങ്ങൾക്ക് ബാധകമല്ലല്ലോ. സോ ഇവന്മാർ 3 പേരും ഫ്രോഡുകളാണെന്നാണ് എനിക്ക് പറയാൻ താല്പര്യമുള്ളത്. 3 പേരുടെ കയ്യിലുമുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് അവർക്ക് കിട്ടിയത്. ഇനിയും സമയമുണ്ട്. നിർത്തി വെച്ചിട്ട് അവരവരുടെ ജോലി നോക്കുക. ആ കുട്ടിക്ക് കൊടുക്കാവുന്ന മാക്സിമം പണിഷ്മെൻറ്റ് എല്ലാവരും കൂടെ കൊടുത്തു കഴിഞ്ഞു. ഇനിയും അതിൻ്റെ മേളിൽ പുതിയ എവിഡൻസ് കൊണ്ടുവന്ന് ഇടുമ്പോൾ കൂടുതൽ നാറുക നിങ്ങൾ തന്നെയായിരിക്കും. സ്പെഷ്യലി മുന്നയ്ക്ക് ഒരു രീതിയിലും ഒരു ഇതുമില്ല. അത് ഞോറ മുസ്കാൻ പുറത്ത് വന്നിട്ട് എന്തെങ്കിലും അവൾക്ക് പറയാനുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് റീതിങ്ക് ചെയ്യാം. അല്ലാത്ത പക്ഷം ഇതൊക്കെ ഫേക്കാണ്, അത്രമാത്രം മനസ്സിലാക്കുക. ഏത് തരത്തിലുള്ള ചാറ്റ് ഹിസ്റ്ററി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അതും ഒരു തിരിച്ചറിവാകട്ടെ. താങ്ക് യു.